വെൽക്കം ടു PSC സ്റ്റഡി വ്ലോഗ്. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് എൻ്റെ ഒരു നൈറ്റ് സ്റ്റഡി റൊട്ടീനാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഞാൻ ഇന്ന് റിവൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പാർട്ടിലെ ആർട്ടിക്കിൾസ്, ഓക്സിലറീസ്, ടാഗ് ക്വസ്റ്റ്യൻസ്, ടൈപ്പ് ഓഫ് സെൻറ്റൻസ്, ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, ഇത്രയും ടോപ്പിക്കാണ് ഞാൻ റിവൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾസിന്റെ നോട്ട്സ് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നതാണ്. അത് നോക്കിയാണ് റിവൈസ് ചെയ്യുന്നത്. ശേഷം 2003 മുതൽ 2020 വരെ ആർട്ടിക്കിൾസിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് നോക്കി. പിന്നെ മിസ്റ്റേക്ക് വന്നത് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചു. ആക്ച്വലി ഞാൻ ഇംഗ്ലീഷ് ഗ്രാമർ കംപ്ലീറ്റ് ചെയ്തതാണ്. എക്സാം ഡേറ്റ് വന്നപ്പോൾ ഫ്രഷ് ആയിട്ട് തുടങ്ങുന്നത് പോലെ ഒന്നുകൂടി പഠിച്ചു പോയതാണ്. ഈ പിങ്ക് ഹൈലൈറ്റർ വെച്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ വീണ്ടും പഠിച്ചതാണ്. കാരണം ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, CA ഇതൊക്കെയാണല്ലോ നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എത്രത്തോളം എന്ന് എനിക്ക് കഴിഞ്ഞ ഒരു LDC എഴുതിയത് വെച്ചിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇംഗ്ലീഷൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഈ കറണ്ട് അഫെയർ ആണെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലും അതുപോലെ മറ്റൊരു പെയ്ഡ് ചാനലിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ പഠിച്ചു പോകുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ്റെ ആവശ്യം എനിക്ക് വരുന്നില്ല. പിന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ക്വിക്ക് റിവിഷൻ ടിപ്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ അറിയാത്ത പോയിന്റ്സ്, മറന്നു പോകുന്ന പോയിന്റ്സ്, സ്പെഷ്യൽ കേസ്, ഇതൊക്കെ വെച്ചിട്ടാണ് ഞാനത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെൻ്റെ റിവിഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് വീണ്ടും റിവൈസ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ മാക്സിമം PYQs വീണ്ടും 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 വർക്കൗട്ട് ചെയ്ത് നോക്കുക. കാരണം നമ്മൾ ചിലപ്പം സിമ്പിളായിട്ടുള്ളതായിരിക്കും ചിലപ്പോൾ തെറ്റിച്ച് കളയുന്നത്. അതുകൊണ്ട് ഈ PYQ വർക്കൗട്ട് ചെയ്യുന്നത് നമ്മുടെ എക്സാം ഹാളിൽ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ മെത്തേഡൊക്കെ ഇഷ്ടമായവർ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ ഓരോ ടോപ്പിക്കിൽ നിന്നും 5 വൊക്കാബുലറി എങ്കിലും ദിവസം പഠിച്ചു പോവുക. ഇനി എക്സാമിന് 50 ദിവസം ഉണ്ടെങ്കിൽ പോലും ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് 250 വൊക്കാബുലറി പഠിക്കാനായിട്ട് പറ്റും. അല്ലാതെ നമ്മൾ 250 വൊക്കാബുലറി ഒറ്റയടിക്ക് പഠിക്കാൻ നോക്കിയാൽ നമ്മളത് പകുതിക്ക് വെച്ച് നിർത്തുകയും ചെയ്യും. പഠിച്ചതൊട്ടും ഓർമ്മയിൽ നിൽക്കുകയില്ല. അപ്പോൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള വൊക്കാബുലറീസ് മെയിനായിട്ട് നമ്മുടെ പഠനത്തിൽ ഉൾപ്പെടുത്തണം. പിന്നെ എത്രത്തോളം പഠിക്കുന്നു എന്നതിലല്ല കാര്യം, പഠിച്ചത് എത്രത്തോളം റിവൈസ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഒരു ടോപ്പിക്കിന് വേണ്ടി ഒരു 10 സോഴ്സ് അന്വേഷിച്ച് പോകുന്നതിൽ നല്ലത് ഒരു സോഴ്സ് തന്നെ ഒരു 10 പ്രാവശ്യം പഠിക്കുന്നതാണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്. ഒരു പ്രാവശ്യം വായിച്ചാൽ നമുക്കതിന് ആൻസേഴ്സ് ചെയ്യാൻ കഴിയില്ല. കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ എന്തായാലും ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കി തന്നെ വെച്ച് പഠിക്കാം. കാരണം അത് വീണ്ടും ഫുള്ളും വായിച്ച് നമുക്ക് റിവൈസ് ചെയ്യാനുള്ള ടൈം ഇനിയില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ, സൂട്ടബിൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് ലേണിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.